ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തത് ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കൊന്നുമില്ല. നിങ്ങളെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുള്ളി ചാടി യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത്ത് പരമാവധി കുറവ് തന്നെയാണ്. അങ്ങനെ ഇതാ 4-4:30 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ചായ കുടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് ഇരുന്ന് ആലോചിച്ച് എന്താളി റെഡിയാക്കാൻ ഇന്ന്. അവ ഒന്നും നോക്കിയില്ല. 2 ഉള്ളി എടുത്ത് അതിൻ്റെ ചെരുവുകളൊക്കെ ഇതാ ഈ ഒരു കട്ടിയും പലകയിൽ കൊണ്ടുവച്ച് അങ്ങനെ ഇതാ പെട്ടെന്ന് എല്ലാം ഡിം എന്നിട്ട് ഇങ്ങനെ കട്ടാക്കിയെടുത്താൽ അത്രേ പണിയുള്ളൂ. ഉള്ളിയെല്ലാം കട്ട് ചെയ്യാൻ എന്തൊരു ഈസിയാണെന്നറിയാവുക. അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു കിണ്ണ് എടുത്ത് വന്ന് സ്റ്റോർ റൂമിലാണ് കിണ്ണൊക്കെ വെക്കാറ്, അതായത് സ്റ്റോർ റൂമിൻ്റെ തട്ടിൻ്റെ അടിയിൽ. അങ്ങനെ അരിഞ്ഞ് വെച്ച ഉള്ളിയും അതിൻ്റെ ചേരുവകളൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ എന്തെല്ലാം പൊടികൾ വേണം എന്ന്. ഉള്ളി ഇവിടെ എല്ലാവരും തിന്ന് മെടുത്താൽ എത്ര തിന്നാലും അങ്ങനെ മെടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് 2-3 ദിവസമായി ഇങ്ങനെ ഉള്ളി ഇവിടെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പൂതി. അങ്ങനെ ഒരു വീഡിയോ എടുത്തിയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതാ കായ വെച്ചിട്ട് ഞാൻ നല്ലോണം കായച്ച് അങ്ങനെ ഒരു പരുവത്തിലാക്കി അതിനിടയ്ക്ക് കടലമാവും മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വാർന്ന് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്ന ശേഷം ഇതങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉള്ളിവടയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബോറടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ ബോറടിയിൽ ഞാൻ മാറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഇൻഷാല്ലാ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇനി ഇൻഷാല്ലാ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളെ അതിൻ്റെ അപ്പുറമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഓക്കെ.